നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു WinTrader. ഞാനിത് കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലിയുടെ പുട്ട് ഓപ്ഷൻ 44,000-ൻ്റെ ലൈവ് ട്രേഡാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ആക്ച്വലി രാവിലെ ഒരു 10:53 ഒരു ബൈ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റും ഏൺ ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമുക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നത് നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കാതെ നമുക്ക് എങ്ങനെ നമുക്കൊരു വിത്തിൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവറിനുള്ളിൽ നമുക്ക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത് നമുക്ക് എളുപ്പം എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അതും എക്സ്പയറി ഡേറ്റ് നമുക്ക് ലൈവ് ട്രേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ചാർട്ട്. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ WinTraderൻ്റെ 8.1 ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതും 1 മിനിറ്റ് സ്ട്രാറ്റജിയിലൂടെ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് കാണിക്കുന്നത്. അപ്പം ഇതിലൊരു ലൈവ് ട്രേഡ്, അതായത് ഒരു ലൈവിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത്, ഇപ്പം ഞാൻ കാണിക്കുന്ന ലൈവിലാണെങ്കിലും നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്നെ കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഗ്രീൻ കളർ അപ്പാറ് ബൈ സിഗ്നൽ. ആക്ച്വലി മാർക്കറ്റ് നമുക്ക് 10:53 തന്നത്. 118 ആണ് എൻട്രി പോയിന്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. അത് മാത്രമല്ല സോഫ്റ്റ്വെയർ എഗെയിൻ അതേ പോർഷനിലേക്ക് പിന്നെയും നമുക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ റീ എൻട്രി നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഓപ്പൺ ആയി നിന്ന് ഇവിടെ ഡേ ബ്രേക്കർ ലൈനിലൂടെയാണ്. ഇന്ന് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2 സിഗ്നൽ വന്നിട്ടുണ്ട്. രാവിലെ എഗെയിൻ ബൈ തന്നെയാണ് നമുക്ക് മാർക്കറ്റ് തന്നത്. അത് കഴിഞ്ഞിട്ടൊരു സെൽ സിഗ്നൽ തന്നിട്ടുണ്ട്. പക്ഷേ സെല്ല് കുറച്ച് നിറങ്ങി എഗെയിൻ ബൈയിലേക്ക് മാർക്കറ്റ് എഗെയിൻ തിരിഞ്ഞത് ഒരു 10:53 10:53 118 നമുക്ക് ആക്ച്വലി എൻട്രി പോയിന്റ് പറഞ്ഞു. സോഫ്റ്റ്വെയർ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കൺഫർമേഷൻ ലെവൽസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ കൺഫർമേഷൻ ലെവൽസ് നിങ്ങൾക്കറിയാം, വീഡിയോയിൽ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. 3 കൺഫർമേഷൻ ലെവൽ, അതും ഒരുപാട് നേരം നമുക്ക് കൺഫർമേഷൻ ആകാൻ നിന്ന് ഞാൻ അവിടെ എടുക്കാൻ പാടില്ല. സിഗ്നൽ വന്ന് ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം, താഴെയും ഗ്രീൻ വരണം, പ്രൈസ് ആൻഡ് ബൈസോൺ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് പോകുകയാണെങ്കിൽ ആ ഒരു ലെവല് നമുക്ക് വളരെ ആക്യുറസിയോടുകൂടി എടുക്കാൻ പറ്റും. അവിടെ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതും ടാർഗറ്റ് പെട്ടെന്ന് തന്നെ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്നൽ വന്ന് പെട്ടെന്ന് റെസിസ്റ്റൻസ്, അതായത് ഇതിനകത്ത് റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ പിടിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്ത 138 നമ്മൾ എൻട്രി എടുത്തു. 138 289 വരെ പോയിട്ടുണ്ട്. അതും 218 നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിന്റ് 1135 നമ്മൾ എക്സിറ്റ് ചെയ്തു. അതുവരെ നമുക്ക് നല്ലൊരു ഹൈക്കാണ് മാർക്കറ്റിന് പോയിരുന്നത്. അത് കൂടാതെ എഗെയിൻ മാർക്കറ്റ് നമുക്ക് രണ്ടാമത് പിന്നെയും എടുക്കാനുള്ള ഒരു അവസരം റീ എൻട്രിയിലൂടെ തന്നിരുന്നു. അതായത് 1229 നമുക്ക് എഗെയിൻ ഒരു റീ എൻട്രി തന്ന് 276 ആക്ച്വലി എൻട്രി പോയിന്റ് പറഞ്ഞു, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതും അടിച്ചിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം അതുവരെ എടുക്കാത്ത ആളുകൾക്ക് എഗെയിൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ അവിടെ നിന്ന് എടുക്കാൻ പാടുന്നു. അവിടെ നിന്ന് നേരെ ഹൈക്ക് പിന്നെ കയറിയിട്ടുണ്ട് സോഫ്റ്റ്വെയറിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ട വളരെ സിമ്പിളാണ്. സോഫ്റ്റ്വെയർ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ നോക്കുക, താഴെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ആൻഡ് ബൈസോ നോക്കുക, റെസിസ്റ്റൻസ് ലെവലാണ് ഈ റെഡ് കളർ, അത് ബ്രേക്ക് ചെയ്യുക, എടുക്കുക. കളർ ചേഞ്ച് കാണിക്കുന്ന സൈഡ് വേസ് ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ബാർ ചാർട്ട് പ്രകാരം കളർ ചേഞ്ച് കാണിക്കുന്ന, കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രീനും റെഡും അല്ലാതെ എക്സ്ട്രാ ഒരു 2-3 ടൈപ്പ് കളേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇടയ്ക്ക് ഇവിടെ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈറ്റ് റെഡ് പോലെ കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ബ്ലൂ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വൈറ്റും ഹോളോ ക്യാൻഡിൽസ് പോലെ, ഇതുപോലെ 4 എക്സ്ട്രാ കളർ ഉദ്ദേശിക്കുന്നത് സൈഡ് വേസ് ക്യാൻഡിലാണ്. അതുകൂടാതെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും സിഗ്നൽ തന്നെയാൽ അപ്പം തന്നെ നമുക്ക് ആക്ച്വലി അലേർട്ട് മെസ്സേജിലൂടെ നമുക്ക് ഇൻഡിക്കേറ്റും ചെയ്തു തരും. നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വന്നു എന്നുള്ളതിൻ്റെ ബെൽസ് ഉണ്ട്. അതായത് നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിൽ ഇല്ലെങ്കിലും നമുക്ക് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി നെക്സ്റ്റ് ലെവലിൽ നമുക്ക് എടുക്കേണ്ടത്, നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് പിന്നെയും ബ്രേക്ക് ചെയ്ത്, അതായത് കുറച്ച് മാർക്കറ്റിൽ നോക്കി ലൈൻ വൈസുള്ള ഒരു പുൾ ബാക്ക് ഉണ്ട്, പിന്നെയും തിരിച്ചു കയറുന്ന സിറ്റുവേഷൻ എഗെയിൻ ഒരു ബൈറ്റിലേക്ക് തിരിയുന്നതാണ്. അപ്പോൾ ആ പോർഷനിൽ നമുക്ക് രണ്ടാമതും നമുക്ക് അവിടെ പോർഷൻ എടുക്കാനുള്ള ഒരു അവസരത്തിനും ആ സമയത്ത് റീ എൻട്രി തരും. റീ എൻട്രി തന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിച്ചത് 44,000 സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. എക്സ്പയറി ഡേയുടെ ലൈവ് ട്രേഡാണ്. അപ്പം എങ്ങനെ നിങ്ങൾക്ക് ഒരു ലൈവിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ലൈവിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം നോക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.